പ്രിയപ്പെട്ട സീറോ മലബാർ സഭ വിശ്വാസികളെ, എറണാകുളം അങ്കമാലി അതിരൂപത വിഷയത്തിൽ സഭയുടെ നേതൃഭാഗത്തു നിന്നും മേജർ ആർച്ച് ബിഷപ്പും മാർ ജോസഫ് പാംബ്ലാനിയും എറണാകുളം അങ്കമാലി അതിരൂപത ഭരണമേറ്റെടുത്തതിന് ശേഷം അത്യന്തം അവിശ്വസനീയമായ ഒരു ചുവടുവയ്പ്പാണ് കഴിഞ്ഞ 26/6/2025 അർദ്ധരാത്രി 11:30 ഇറക്കിയ സർക്കുലറിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തി തന്നത്. ഒരു സഭയുടെ അധികാരി, ലോകത്തെ 2ാം സ്ഥാനമുള്ള പൗരസ്ത്യ സഭകളിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്ന സീറോ മലബാർ സഭയെ പാതാളത്തോളം ചവിട്ടിത്താഴ്ത്തിയ ഹീനമായ നടപടിയായിരുന്നു 26/6/2025 ആ വിവാദ സർക്കുലർ. ആദ്യം മുതലേ വിമതരോടൊപ്പം പക്ഷം ചേരുകയും വിമതർക്ക് വേണ്ടി എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിൽക്കുകയും ആഭിചാര കുർബാന അർപ്പിച്ച വൈദികർക്കെതിരെ വിശ്വാസികൾ പരസ്യമായി ആക്ഷേപങ്ങളും പരാതികളും ഉന്നയിച്ചപ്പോൾ തെളിവില്ല എന്ന് പറഞ്ഞ് വിമതപക്ഷം ചേർന്ന് വിമതരെ സപ്പോർട്ട് ചെയ്യുകയും എന്തിനും ഏതിനും സഭയോടൊപ്പമുള്ള വിശ്വാസികളെ കുറ്റപ്പെടുത്തുകയും സഭയോടൊപ്പമുള്ള വിശ്വാസികളോട് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുകയും ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവാതെ സഹികെട്ട വിശ്വാസികൾ ബസിലിക്കയുടെ മുമ്പിലുള്ള ആരാധന ചാപ്പലിൽ രാപ്പകൽ സമരം ആരംഭിച്ചപ്പോഴും നിസ്സംഗത പുലർത്തി കണ്ടില്ല എന്ന് നടിച്ച് കാഴ്ച നഷ്ടപ്പെട്ട അന്ധനെ പോലെ മൗണ്ടിൽ വരികയും തിരിച്ചു പോവുകയും തങ്ങളുടെ ഇഷ്ടം മാത്രം നടത്തുകയും ചെയ്ത മാർ പാംബ്ലാനിയും മേജർ തട്ടിലും ഇവർ എന്ത് കാഴ്ചപ്പാടാണ് ഈ സഭയ്ക്ക് നൽകുന്നത്? സഭയെ എങ്ങനെ ധിക്കരിക്കാം? സഭയെ എങ്ങനെ ഉന്മൂലനം ചെയ്യാം? സഭയിലെ വിശ്വാസികളുടെ വിശ്വാസരാഹിത്യത്തിന് എങ്ങനെ കൂട്ടുനിൽക്കാം? പള്ളിയും വേണ്ട, പട്ടക്കാരനും വേണ്ട, ഒരേ അൾത്താരയിൽ 2 തരത്തിലുള്ള ബലികൾ അർപ്പിക്കാം എന്നിങ്ങനെയുള്ള അവിശ്വസനീയമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനുള്ള തിരക്കിലായിരുന്നു കഴിഞ്ഞ 1.5 വർഷക്കാലം ഈ വിമത കുബുദ്ധികളോട് ചേർന്ന് ഇവർ നടത്തിയ നാടകത്തിന്റെ തിരശീല കഴിഞ്ഞ ദിവസം വീണു കഴിഞ്ഞു. ഇനി ഇവർക്ക് മുമ്പോട്ടൊന്നും ചെയ്യാനില്ല. ഇവരുടെ കാര്യങ്ങൾ, ഇവരുടെ തീരുമാനങ്ങൾ തീർന്നു. സന്തോഷഭരിതരായ വിമതക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു, ചില ഇടവകളിൽ സർക്കുലർ വായിക്കുന്നു. പറഞ്ഞതുപോലെ രാവിലെ 6 മുതൽ 10 മണി വരെയും ഉച്ചയ്ക്ക് 3:30 മുതൽ 6 വരെയുമുള്ള സമയങ്ങളിൽ ഏകീകൃത കുർബാന ചൊല്ലിയിരിക്കണം എന്നുള്ള സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുച്ചവെയിലത്ത് ചില പള്ളികളിൽ 3 മണിക്ക് 3:30ക്കും കുർബാനയൊക്കെ അറേഞ്ച് ചെയ്തു കഴിഞ്ഞു. ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ നിർബന്ധമായി ഈ കുർബാന ചെല്ലുന്നത്? സഭയുടെ ഏകീകൃത കുർബാന എന്ന് വെച്ചാൽ ഷെഡ്യൂൾഡ് ടൈമിലുള്ള കുർബാനയായിരിക്കെ ഇതുപോലുള്ള വിവാദ നാടകത്തിന് തിരശീല കൊളുത്തി വിമതർക്ക് കഠിനമായി സപ്പോർട്ട് ചെയ്യുന്ന മേജർ ആർച്ച് ബിഷപ്പും തട്ടിൽ പിതാവും നിങ്ങൾ എത്രയും വേഗം രാജിവെച്ച് ഈ സഭയെ രക്ഷിക്കുക. ഈ സഭയ്ക്ക് അന്തസ്സുള്ള, ആണത്തമുള്ള, ചങ്കൂറ്റമുള്ള മേജർ ആർച്ച് ബിഷപ്പ് ഈ മെത്രന്മാരുടെ ഇടയിൽ തന്നെയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോഴുള്ള ഈ ദുശാഠ്യവും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കഴിവും ഇല്ലാതിരുന്നിട്ട് കൂടി എന്തെല്ലാമോ ഉണ്ടെന്ന് ഭാവിക്കുന്ന ഈ പാംബ്ലാനി പിതാവും ഈ മേജർ തട്ടിൽ പിതാവും എത്രയും വേഗം തങ്ങളുടെ സ്ഥാനമൊഴിഞ്ഞ് ആ സ്ഥാനത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെ ആയിരുന്നാലും ഈ ബസിലിക്കയുടെ മുമ്പിൽ ആരംഭിച്ച സമരം ഇത് അതിൻ്റെ വിജയം കണ്ടതിന് ശേഷം മാത്രമേ ദൈവീകതയിൽ ഈ സമയം പര്യവസാനിക്കുകയുള്ളൂ. അതിന് ബസിലിക്കയിൽ അടയിരിക്കുന്ന, സസ്പെൻഡ് ചെയ്തിട്ടും കൂദാശ വിലക്ക് ഏർപ്പെടുത്തിയിട്ടും സഭയുടെ ട്രിബ്യൂണൽ പറഞ്ഞിട്ടും അവിടെ നിന്നും മാറിപ്പോകാൻ കൂട്ടാക്കാത്ത 74 വയസ്സുള്ള വർഗീസ് മണവാളൻ എന്ന മുൻ അഡ്മിനിസ്ട്രേറ്റർ എത്രയും വേഗം അവിടുന്ന് സ്ഥലം മാറിപ്പോകുന്നത് വരെ ബസിലിക്കയിലെ ഈ സമരം തുടരുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട വിശ്വാസികളെ, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരെ, ലോകത്തെങ്ങും ഒരു സഭയിലും ഒരിക്കൽ പോലും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഈ അസാധാരണ ഈ രംഗങ്ങൾ, ഇത് പൈശാചികതയാണെന്ന് തിരിച്ചറിയുക. കുറ്റപ്പെടുത്തുന്നവർ
അവരൊന്ന് ചിന്തിക്കുക. ഇത് പാഷണ്ഡതയാണ്, ഈ കാലഘട്ടത്തെ നശിപ്പിക്കുന്ന പിശാചിന്റെ ഉൾവാസമാണ്. ഓരോ വൈദികരിലൂടെയും പിശാചുകൾ പ്രവർത്തിക്കുന്നു. ഇത് പണ്ട് നമ്മൾ ഓരോരുത്തരും ബഹുമാനിച്ചിരുന്ന കാലത്തുള്ള വൈദികരല്ല. സ്വന്തം സ്വാർത്ഥതയ്ക്കും ലൗകിക സുഖങ്ങൾക്കും ജടിക ആസക്തികൾക്കും സർവോപരി ധനത്തിനും വില കൽപ്പിക്കുന്ന, ക്രിസ്തീയതയ്ക്ക് ഒട്ടും മൂല്യം കൽപ്പിക്കാത്ത വൈദികരാണ് ഈ സമയം ഇപ്പോൾ നമ്മുടെ രൂപതയിലുള്ളത്, നമ്മുടെ സമൂഹത്തിലുള്ളത്, സീറോ മലബാർ സഭയിലുള്ളത് എന്നത് ഏറ്റവും ലജ്ജാകരമാണ്. വൈദികരുടെ വിശുദ്ധി എവിടെ പോയി? അനുസരണ എവിടെ പോയി? വൈദികരുടെ ആ സ്നേഹവാത്സല്യങ്ങൾ, ഇടവകയെയും വിശ്വാസികളെയും സമൂഹത്തെയും കുടുംബങ്ങളെയും ചേർത്ത് നിർത്താനുള്ള ആ വിശ്വസ്തത, ആ ഒരു നിലപാട് എവിടെ പോയി? നിലപാടുകളിലെല്ലാം വെള്ളം ചേർക്കപ്പെട്ടിരിക്കുന്നു. ഒന്നോ രണ്ടോ മുണ്ടാടന്മാരും ചില വട്ടോളിമാരും ചില തേലക്കാടന്മാരും ചില പാറക്കാട്ടികളും ചേർന്ന് ഈ സംഭവത്തെ, ഈ സഭയെ അത്യധികം മ്ലേച്ഛതയിലേക്കും ദുശാഠ്യത്തിലേക്കും ദുർവാസനയിലേക്കും തള്ളിവിടുകയാണ്. ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം സകല സീറോ മലബാർ സഭകളും ചേർന്ന്, സകല സീറോ മലബാർ സഭ വിശ്വാസികളും ചേർന്നെടുക്കണം. അതല്ലാതെ ഈ തിന്മ കീഴടങ്ങില്ല. പ്രാർത്ഥനയോടെ മുമ്പോട്ട് നീങ്ങണം, ഐക്യത്തോടെ മുമ്പോട്ട് നീങ്ങണം, ഒത്തൊരുമയോടെ മുമ്പോട്ട് നീങ്ങണം. നമ്മൾ സഭയോടൊപ്പമാണ്, സഭയുടെ പക്ഷത്താണ്. സഭയ്ക്ക് എന്ത് ത്യാഗം വേണമെങ്കിലും വിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ സഭാ നേതൃത്വമേ, നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. നിങ്ങൾ സഭാവിരുദ്ധതയ്ക്ക് കൂട്ടുനിൽക്കരുത്. നിങ്ങൾ സഭയോടൊപ്പം സഞ്ചരിക്കുന്ന വിശ്വാസികളെ കണ്ടില്ല എന്ന് നടിച്ചാൽ നാളെ ഇതിന് കനത്ത വില നൽകേണ്ടി വരും. വിശ്വാസികളുടെയും കുടുംബങ്ങളുടെയും വരും തലമുറകളുടെയും വിശ്വാസം, ക്രിസ്തീയ വിശ്വാസം, സഭയിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ട് ഇവിടെ പൈശാചികത നടമാടും. ഒരിക്കൽ അതിന് വില കൊടുക്കേണ്ടി വരും, കനത്ത വില. അന്ന് പിന്തിരിഞ്ഞ് നോക്കിയിട്ട് കാര്യമുണ്ടാവുകയില്ല. ഇപ്പോൾ ഓരോ വിശ്വാസിയും ചിന്തിക്കുന്നത്, വത്തിക്കാൻ എവിടെ? വത്തിക്കാൻ എന്നൊരു സംഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ കഴിഞ്ഞ 4.5 വർഷമായി ഇവിടെ കിടന്ന് പുകഞ്ഞു ചാറുന്ന ഈ പ്രശ്നങ്ങളിലേക്ക് വത്തിക്കാൻ്റെ ഇടപെടലിൽ എന്താണ് ഉണ്ടായത്? ഇവിടെ ഒരു സിറിൽ വാസിൽ പിതാവ് വന്നു, ഒന്നും നടന്നില്ല. അപ്പസ്തോല അഡ്മിനിസ്ട്രേറ്റർമാർ മാറി മാറി വന്നു, ഇവിടെ ഒന്നും നടന്നില്ല. പക്ഷേ അവസാനം ഒരു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ ബോസ്കോ പുത്തൂർ പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് സത്യം തിരിച്ചറിഞ്ഞ് നല്ല പ്രവൃത്തികൾ സഭയ്ക്ക് അനുകൂലമായി വന്നപ്പോൾ ഈ പൈശാചിക ശക്തികൾ നേതൃത്വത്തിലിരുന്ന് അദ്ദേഹത്തെ മാറ്റുകയും അദ്ദേഹത്തിൻ്റെ രാജി എഴുതി മേടിക്കുകയും ഇവിടെ അതിശക്തമായ പൈശാചിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും വിമത പ്രവർത്തനത്തിനും വിമതർക്കും കൂട്ടുനിൽക്കുന്ന പമ്പളാവിന് പിതാവിനെ ഇവിടെ അവരോധിക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും കൂളം തോണ്ടി ആത്യധികമായ പന്നിക്കുഴിയിലേക്ക് വിശ്വാസികളെ വലിച്ചിടുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പന്നിക്കുഴിയിൽ കിടക്കുന്നവർ പന്നിക്കുഴിയിലേക്ക് മറ്റുള്ളവരെയും തള്ളിയിടുന്നു. ഇതിനെതിരെ ശക്തമായ ജാഗ്രത വേണം. ഏകീകൃത വിശുദ്ധ കുർബാന എന്നത് സിനഡ് തീരുമാനിച്ചതാണ്, വിശ്വാസികൾ തീരുമാനിച്ചതല്ല. അത് സിനഡ് അംഗീകരിച്ചതാണ്, അത് മാർപ്പാപ്പ അംഗീകരിച്ചതാണ്. അത് ലോകം മുഴുവനുള്ള ക്രൈസ്തവർ ഏറ്റെടുക്കേണ്ടതാണ്. അതനുസരിക്കുക എന്ന കടമ വൈദികർക്കും വിശ്വാസികൾക്കുമുണ്ട്. അതിനുവേണ്ടി അക്ഷീണം പ്രയത്നത്തേക്കാം. സ്വാതന്ത്ര്യ സമരം പോലെ ഈ കുർബാനയ്ക്ക് വേണ്ടി സമരം നടത്തുന്ന എല്ലാ സഹോദരങ്ങൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കാം. ദൈവം നമ്മോട് കൂടെ ഉണ്ടാവും എന്നും എന്നേക്കും.